പലതവണ ഇതേപോലെ യാതൊരു പ്രയോജനവുമില്ലാത്ത സാഹസം കാണിച്ചിട്ടുള്ളതാണ്. എന്തായിരിക്കാം അതിന്റെ പ്രതിരോധമെന്ന് മനസ്സിലാക്കിയിട്ടുള്ളതാണ് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം. വീണ്ടും അതേ തരത്തിൽ ഹമാസ് മോഡലിൽ ഒരു ആക്രമണം, ഏറ്റവും വില കുറഞ്ഞ റോക്കറ്റുകളുമായൊക്കെ ഇന്ത്യ പോലെ സായുധമായി സജ്ജമായ ഒരു രാജ്യത്തെ ആക്രമിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെന്താണ് പേര് വിളിക്കേണ്ടതെന്ന് സംശയം വരുന്ന ഒരു ഘട്ടം തന്നെയാണ്. എന്തായാലും ഇന്ന് സുരക്ഷാ നടപടികൾ വിലയിരുത്തുന്നതിന്റെ ഭാഗമായി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് സൈനിക മേധാവിമാരുമായി കൂടിക്കാഴ്ച നടത്തുകയാണല്ലോ. ഏതൊക്കെ കാര്യങ്ങളായിരിക്കാം ഇതിൽ ചർച്ചയാവുക? കൂടുതൽ നടപടികൾക്കുള്ള കാര്യങ്ങളാകുമോ ഇന്നത്തെ ചർച്ച? നമ്മളൊരു നാടൻ ഭാഷ പറയില്ലേ, ചുണ്ടയ്ക്ക കൊടുത്ത് വഴുതനങ്ങ വാങ്ങുക എന്ന് പറയുന്നതാണ് ഇപ്പോൾ പാകിസ്ഥാൻ കഴിഞ്ഞ ദിവസങ്ങളിലായി കാണിച്ചുകൊണ്ടിരിക്കുന്ന നടപടികൾ. അതായത് ആദ്യ ദിവസം തന്നെ ഓപ്പറേഷൻ സിന്ദൂറിന് മറുപടിയായി ഇന്ത്യയുടെ അതിർത്തിയിലേക്ക് ഡ്രോണുകൾ അയക്കുക, അല്ലെങ്കിൽ ഇന്ത്യയുടെ പോസ്റ്റുകൾക്ക് നേരെ വെടിവെക്കുക, മോർട്ടാറുകൾ വർഷിക്കുക, ഷെല്ലാക്രമണം നടത്തുക, ഇന്ത്യൻ ഗ്രാമീണരെ ഉപദ്രവിക്കുക, അല്ലെങ്കിൽ അവരെ കൊലപ്പെടുത്തുക. ഈ നിലയിലേക്ക് പോകുന്നു പാകിസ്ഥാന്റെ ആക്രമണം. അവിടെയാണ് ഇന്ത്യ പാക് അതിർത്തിയിലേക്ക് കടന്നുകൊണ്ട് തന്നെ ഡ്രോണുകൾ അയച്ചുകൊണ്ട് ഇന്ത്യയിൽ നിന്നുകൊണ്ട് തന്നെ പാകിസ്ഥാനിൽ പൊട്ടിത്തെറികൾ ഉണ്ടാക്കിയത്, പാകിസ്ഥാനെ നടുക്കിയത്. എന്നിട്ടും പഠിച്ചില്ല, ഇന്നലെ രാത്രി വീണ്ടും വരുന്നു അടിക്കാൻ. അവിടെയും തിരിച്ചടി വാങ്ങിക്കൊണ്ട് പിൻവാങ്ങേണ്ടി വരുന്ന സാഹചര്യം, കനത്ത തിരിച്ചടിയാണ്. ഒരുപക്ഷെ ഇന്നലെ ഇന്ത്യൻ പോർ വിമാനങ്ങൾ പറന്നു വരുമ്പോൾ ഇന്ത്യയിലെ സാഹചര്യത്തിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ മോക്ക് ഡ്രില്ലൊക്കെ നടത്തിയെങ്കിലും ജമ്മു കാശ്മീരിലടക്കം അതിർത്തി സംസ്ഥാനങ്ങളിലൊക്കെയും ഈ അലാമിംഗ് സൈറൻ മുഴങ്ങുമ്പോൾ ഒരു പരിഭ്രാന്ത സാഹചര്യം ഇന്ത്യയിലും ഉണ്ടായി. പക്ഷേ അതിനപ്പുറത്തേക്ക് ഏറ്റവും ഒടുവിൽ ഇന്ത്യൻ ആർമി വ്യക്തമാക്കിയത്, ഇന്ത്യയിൽ ഒരു സിവിലിയന് പോലും, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു സൈനികന് പോലും, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഏതെങ്കിലും ഒരു സൈനിക കേന്ദ്രത്തിന്, സൈനിക സ്ഥാപനത്തിന്, ഒരു സൈനിക ഇൻഫ്രാസ്ട്രക്ചറിന് ഏതെങ്കിലും തരത്തിലുള്ള കോട്ടമുണ്ടായിട്ടില്ല എന്ന് ഇന്ത്യ ഏറ്റവും ഒടുവിൽ പറയുകയുണ്ടായി. ഇന്ന് കൃഷ്ണനെ സൂചിപ്പിച്ചതുപോലെ ഇന്ന് 10 മണിയോടുകൂടി വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ഒരു വാർത്താ സമ്മേളനം പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ഇന്നലെയും എന്താണ് ഇന്ത്യ അങ്ങോട്ടേക്ക് പാകിസ്ഥാനിലേക്ക് ഡ്രോണുകൾ അയച്ചൊരു ആക്രമണം എന്ത് സാഹചര്യത്തിലാണ് ഇന്ത്യ നടത്തേണ്ടി വന്നത്, എന്തുകൊണ്ടാണ് ഇന്ത്യക്ക് തിരിച്ചടിക്കേണ്ടി വന്നത്, ഓപ്പറേഷൻ സിന്ദൂർ തുടരേണ്ടി വരുന്നത് എന്തുകൊണ്ട് എന്ന് വിശദീകരിച്ചത് വിദേശകാര്യ മന്ത്രാലയമാണ്. അത് പാകിസ്ഥാന്റെ പ്രകോപനം എങ്ങനെയായിരുന്നു അതിർത്തികളിൽ എന്നത് വ്യക്തമാക്കിയത് വിദേശകാര്യ മന്ത്രാലയമാണ്. ഒപ്പം ഇന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് CDS സംയുക്ത സേനാ മേധാവിയെ കാണുന്നുണ്ട്. അതിനുശേഷം ഒപ്പം തന്നെ 3 സേനാ മേധാവികളുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. കാരണം ഓരോ സേനയുടെ ഭാഗത്ത് ഇന്നലത്തെ ഒരു ഓപ്പറേഷൻ എടുത്താൽ അതിൽ കര, വ്യോമ, നാവികസേന കൂടി, INS വിക്രാന്ത് കൂടി ഉപയോഗിച്ചതോടുകൂടി നാവികസേന കൂടി നേരിട്ട് ഇറങ്ങിയ ഒരു ഓപ്പറേഷനായി ഈ ഘട്ടത്തിൽ മാറിയിട്ടുള്ളത്. ഓപ്പറേഷൻ സിന്ദൂറിനപ്പുറം പോലും നാവികസേനയുടെ കാര്യമായ ഇൻവോൾവ്മെന്റ് ഉണ്ടായിരുന്നതല്ല. പക്ഷേ ഈ ഇന്നലെ രാത്രിയിൽ നടന്ന തിരിച്ചടിക്ക്, പ്രതിരോധത്തിന് ഇന്ത്യക്ക് ഉറപ്പായും അതിൽ 3 സേനാ വിഭാഗങ്ങളും ഒരേപോലെ പങ്കെടുത്തതാണ്. അതുകൊണ്ട് തന്നെ 3 സേനാ മേധാവിമാരുമായും രാജ്നാഥ് സിംഗിന്റെ കൂടിക്കാഴ്ചയുണ്ട്. ഇന്നലത്തെ കാര്യം തന്നെ എടുത്താൽ ഇന്ത്യയിൽ സർവകക്ഷി യോഗം നടന്ന സമയമായിരുന്നു ഇന്നലെ രാവിലെ 11 മണിക്ക്. ആ സമയത്ത് പോലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലുമായി ചർച്ചകളിലായിരുന്നു. ആ സമയമൊക്കെയും നമ്മുടെ ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ ചെറുതോ വലുതോ ആയ ആക്രമണങ്ങൾ, പക്ഷേ ഇന്നലെ പകൽ ഇന്ത്യ വലിയൊരു ആക്രമണം നേരിട്ടില്ല. കാരണം ഓപ്പറേഷൻ സിന്ദൂറിന് തൊട്ട് പിന്നാലെ ഉണ്ടായ പാകിസ്ഥാന്റെ ഒരു പ്രകോപനപരമായ നീക്കം, അല്ലെങ്കിൽ നാണക്കേട് മറയ്ക്കാനുള്ള കുറേ വെടിവെപ്പ്, അതിനപ്പുറത്തേക്ക് ഇന്നലെ അതിർത്തിയിലെ സാഹചര്യത്തിൽ ഈ ഒറ്റയ്ക്കും തെറ്റയ്ക്കുമുള്ള ആക്രമണങ്ങൾക്ക് അപ്പുറത്തേക്ക് ഒരു സംഘടിതമായ ആക്രമണം ഉണ്ടായിരുന്നില്ല. പക്ഷേ രാത്രി 7 മണിയോടുകൂടിയാണ് നമ്മുടെ വടക്ക് പടിഞ്ഞാറൻ അതിർത്തിയിലാകെ നിരന്തരമായ വെടിവെപ്പ് ഉണ്ടാകുന്നത്. അതെല്ലാ അതിർത്തി സംസ്ഥാനങ്ങളും അതിൻ്റെ അതിർത്തി മേഖലകളിൽ ഈ പ്രശ്നങ്ങൾ നേരിട്ടു. അവിടെയെല്ലാം ശക്തമായ സേന തിരിച്ചടിക്കുന്നതായിരുന്നു കണ്ടത്. പല ഈ സമയത്ത് സൂയിസൈഡ് ബോംബർമാരടക്കം രജൌരിയിലെത്തി എന്ന വ്യാജ വാർത്തകൾ വരെ പരന്നതാണ്. അതെല്ലാം ഇന്ത്യ നിഷേധിക്കുകയും ചെയ്തു. അത്തരത്തിലൊരു സൂയിസൈഡ് ബോംബർ മൂവ്മെൻ്റ് ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് വ്യക്തമായി തന്നെ പറയുകയും ചെയ്തു. അങ്ങനെ ഒരു ഘട്ടത്തിൽ ഈ വിവരങ്ങൾ പോലും പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന നീക്കങ്ങൾ എല്ലാ കാലത്തും തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. അല്ലെങ്കിൽ പച്ചക്കള്ളം പറയാൻ ഒരു മടിയുമില്ലാത്ത രാജ്യമാണ്. അതിൻ്റെ പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ അതിൻ്റെ പ്രതിരോധ മന്ത്രിയോ ആഭ്യന്തരമന്ത്രിയോ ഒക്കെ ആ കള്ളം പറയുന്നവർ കേമന്മാരാണെന്ന് കഴിഞ്ഞ കുറേ ദിവസങ്ങളിൽ കണ്ടതാണ്. റഫാൽ വിമാനം അടിച്ചു എന്നൊക്കെ പറയുന്നത്, അതിന് തെളിവ് ചോദിക്കുമ്പോൾ സോഷ്യൽ മീഡിയയിൽ നോക്കാൻ പറയുന്ന തരത്തിൽ ഒരു കൊച്ചുകുട്ടിയുടെ പോലും പ്രതികരണം പോലെ പരിഹാസ്യമായ പ്രതികരണമാണ് അവിടെ നിന്ന് ഖ്വാജ ആസിഫിൻ്റെ ഭാഗത്തു നിന്ന് കഴിഞ്ഞ ദിവസം വന്നത്. ഏതായാലും ഈ സാഹചര്യത്തിലൊക്കെയും ഇന്ത്യ കനത്ത ജാഗ്രതയിലാണ്. പ്രത്യേകിച്ച് അതിർത്തി സംസ്ഥാനങ്ങളിൽ കനത്ത ജാഗ്രതയുണ്ട്. കാരണം പാകിസ്ഥാനിലേക്ക് കടന്നാണ് ആക്രമണം ഉണ്ടായത്. ഇസ്ലാമാബാദിലേക്ക്, അവരുടെ തലസ്ഥാനത്തേക്ക്, കറാച്ചിയിലേക്ക്, പെഷവാറിലേക്ക്, റാവൽപിണ്ടിയിലേക്ക്, ലാഹോറിലേക്ക്, അങ്ങനെ പാകിസ്ഥാനിലേക്ക് കടന്നൊരാക്രമണത്തിൻ്റെ സാഹചര്യം ആരൊരുക്കിയെന്ന് ചോദിച്ചാൽ അത് ഇന്ത്യൻ സൈനിക പോസ്റ്റുകൾക്ക് നേരെ, ഇന്ത്യൻ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ, ജമ്മു കാശ്മീരിലെ വിമാനത്താവളത്തിന് നേരെയൊക്കെ പാകിസ്ഥാൻ തൊടുത്തുവിട്ട ഡ്രോണുകളാണ് ഇത്ര കനത്ത ഒരു തിരിച്ചടി ക്ഷണിച്ചു വരുത്തിയത്.